എന്തുവാ? അതാണ് അതിന്റെ വോയിസ്. കേൾപ്പിച്ചുതരാം. കാണുന്നില്ലല്ലോ, കാണുന്നില്ല. ഇവിടെ പോയോ? കണ്ടാ അത് ചേർന്ന സാധനം ചെയ്യണ്ട. അതിനകത്ത് അവിടെ നിന്ന് ഞാൻ കാണുന്നില്ലല്ലോ. നിങ്ങൾ വല്ലതും കാണുന്നുണ്ടോ? അവിടെ ഒരു പലക വെച്ച് മറച്ചേക്കല്ലേ ചെയ്യുന്നത്. പലകടി കണ്ടില്ലേ? കാണുന്നില്ലല്ലേ പുള്ളി? കാണുന്നില്ല. തൊട്ട് കാണിക്ക്. ഓണ്ടേ ചേർന്നരിക്കണ്ട. എന്ത് സാധനം അത്? ഞാൻ ഒന്നും കാണുന്നില്ലല്ലോ. അതിന്റെ റിഫ്ലക്ഷൻ ഇല്ലേ? ദോണ്ട് അതിന്റെ ബാക്കില് ബാക്കി കൊറേ മാറാലേ ഉണ്ട്. അത് നീ അത് മാത്രമേ കാണുന്നുള്ളൂ. നിങ്ങൾ ചായ കുടിച്ചു? ചായ കുടിച്ചില്ല. അപ്പൊ എല്ലാം കേൾക്കാം അല്ലേ? നിങ്ങൾ ചായ കുടിച്ചില്ല ജോക്കർ. എനിക്ക് ചായ ഇഷ്ടമല്ല ഇപ്പൊ. മുമ്പ് കുടിക്കുമായിരുന്നു. മുമ്പ് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പൊ ഇഷ്ടമല്ല. അക്ക സ്പെക്സ് വെക്കണം, ടൈം ആയി. സ്പെക്സ് ഉണ്ടടാ, നീ കണ്ടിട്ടില്ലേ? ഞാൻ എത്ര തവണ എന്നെ ലൈവില് സ്പെക്സ് വെച്ച് കാണിച്ചിട്ടുണ്ട് ഇവരൊക്കെ. എത്ര തവണ? 1-2 തവണ. ഞാൻ കണ്ടതല്ല നീ വെച്ച് കാണിക്കുന്നത്. മണ്ടയ്ക്കെന്തായാലും ഞാൻ ഇവിടുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ എന്ത് കുന്ത്രാണ് എന്റെ കണ്ണി വെച്ചിരിക്കുന്നത്? അങ്ങനല്ല, നീ ഇതിനകത്ത് കാണിച്ചുള്ള കാര്യം പറഞ്ഞത്. ഹരി കാണിച്ചു തന്നിട്ടില്ല. അതാ ഞാൻ ചേട്ടൻ കാണിച്ചു തന്നിട്ടില്ലേ? അത് ഒരു വട്ടം കണ്ടേ കാണിച്ചിട്ടുള്ളൂ. നീ ഒരുപാട് വട്ടം കാണിച്ചത് നീ പറഞ്ഞതാ. ഞാൻ പിന്നെ തിരുത്തിയത് കുട്ടി കേട്ടില്ലേ? ഇല്ല, കണ്ടിട്ടില്ല. എനിക്കുണ്ട്. എനിക്ക് സ്പെക്സ് ഉണ്ട്. കണ്ണ് കാണത്തില്ല, ഷോർട്ട് സൈറ്റ് ആണ്. ഒന്ന് വെച്ചേ ദാറ്റ് ലുക്ക് ഒന്ന് കാണാനാ. നവക്കത്തില്ല. അത് വെച്ച് എനിക്കിപ്പോ ഉള്ളതിനേക്കാളും ഇരട്ടി ഏജ് തോന്നിക്കും. കാരണം എന്റെ സ്പെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പോയിട്ട് എന്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും വിലക്കുറവ് മാത്രമേ നോക്കത്തുള്ളൂ. അല്ലാതെ ലുക്ക് അങ്ങനെയുള്ള ഐറ്റംസ് സെക്കൻഡറി ഓപ്ഷൻ ആയിട്ട് ഞാൻ എടുക്കത്തുള്ളൂ. ഞാൻ എപ്പോഴും വിലക്കുറവ് എവിടെയാണോ അവിടോട്ടേ പോയി നോക്കത്തുള്ളൂ. അങ്ങനെ വിലക്കുറവിൽ കിട്ടിയ സ്പെക്സ് ആയതുകൊണ്ട് ഞാൻ അത് വാങ്ങി. പക്ഷെ അത് വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഏജ് തോന്നിട്ടായിട്ട് പറഞ്ഞത് കൊണ്ട് ഞാനിപ്പം എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലല്ല ഞാനിപ്പോ അത് യൂസ് ചെയ്യാറില്ല. പിന്നെ ലൈക്ക് കുറവാണല്ലോ ചേച്ചി. ഞാനിപ്പോ ലൈക്ക് ചോദിക്കാറുണ്ടോ? ഉണ്ടോ? ഞാൻ ചോദിക്കുമ്പോ എല്ലാരും തരുമായിരുന്നു. ഇപ്പൊ ആരുടെ ഞാൻ ചോദിക്കാൻ പോവാറില്ല. ഞാനൊന്ന് ആലോചിച്ച് നോക്കി അക്ക സ്പെക്സ് വെച്ചാൽ എങ്ങനെ ഇരിക്കുന്നുണ്ട്. അഭി, ഇത് ഗീവയാണ് കേട്ടോ. നീ എന്തായാലും വന്നിട്ട് ഞങ്ങൾ പറഞ്ഞില്ലാതെ വേണ്ടെങ്കിലും അപ്പൊ നൈറ്റ് ലൈവില് ജോയിൻ ചെയ്യാൻ നോക്കുക. നൈറ്റ് ലൈവില് ഗീവവേ ഉണ്ട്. നമ്മുടെ ഫസ്റ്റ് ലൈവ് കാണുന്നവരാണ്. അപ്പോ നീ എന്തായാലും കേറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈശോ മറിയം ഔസേപ്പ്, ഹായ്, ആർ യു? അല്ല, താങ്കൾ ഉദ്ദേശിച്ച ആളുടെ ഫ്രണ്ട് അല്ല. ചേച്ചിക്ക് എന്നെ ഓണം സെലിബ്രേഷൻ. ചേച്ചിക്ക് എന്നാ ഓണം സെലിബ്രേഷൻ? ഞാനെങ്ങും പഠിക്കാൻ പോണില്ലല്ലോ. പിന്നെ എങ്ങനെ എനിക്ക് ഓണം സെലിബ്രേഷൻ കിട്ടുന്നത്? ഞാൻ എന്റെ കോളേജ് ലൈഫ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഓണം സെലിബ്രേഷൻ കിട്ടിയിട്ടില്ല. എനിക്ക് ഒരു ദിവസം ചായ കുടിക്കാനിരിക്കുന്നത് ഓർക്കാൻ പറ്റില്ല. വീടിനടുത്തുള്ള ആരുടെയെങ്കിലും വീട്ടിൽ പോയി ചായപ്പൊടി ചോദിക്കാൻ. അതാണ് പെട്ടെന്നാവട്ടെ, പോയി ചോദിച്ച് പിടിക്കും. ഗീവ് പ്രോസസ് എങ്ങനെ? നൈറ്റ് എപ്പോ ലൈവ്? നൈറ്റ് ഒരു 8-8:30 8:45 ചിലപ്പോ 9 മണിക്കകം തുടങ്ങും. പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം തൊട്ട് ലൈവ് എൻഡ് ചെയ്യുന്നത് വരെയാണ് ഗീവ് അവയുടെ ടൈം. ഗീവ് അവേ കൊടുക്കുന്നത് ഒരു മൂവി ടിക്കറ്റ് ആണ്. അത് മൂവി ടിക്കറ്റിന്റെ കൂപ്പൺ. ടിക്കറ്റിന്റെ കൂപ്പൺ ഒന്നെങ്കിൽ അത് ചൂസ് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ 150 രൂപ. അങ്ങനെ എന്തുകൊണ്ടിരണം കൂടെ ഉണ്ടായിരുന്നല്ലേ? പറഞ്ഞില്ല. അങ്ങനെ എന്തോ ഒരു പ്രോസസ് നാട്ടിലുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തോ ഒരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു. അങ്ങനെ എന്തോ ഒരു കാര്യം കൂടെ ഉണ്ട്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമന്റ് ഇട്ടിട്ട് നമ്മൾക്കിപ്പം കമന്റ് ഇടുമ്പോഴത്തേക്ക് കിരീടം വരത്തില്ലേ? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. അങ്ങനെ കിരീടം ഫസ്റ്റ് കിട്ടുന്ന പേഴ്സൺ ആയിരിക്കും എന്തുണ്ടാവുന്നത്? ഗീവ് അവേ വിന്നറായിട്ട് അനൗൺസ് ചെയ്യുന്നത്. മൂവി നെയിം എന്തുവാ? മൂവി ടിക്കറ്റ് അല്ല, സോറി, മൂവി ടിക്കറ്റ് അല്ല, മൂവി ടിക്കറ്റ് എടുക്കാനുള്ള 250 ഒരു കൂപ്പൺ വൗച്ചർ. 250 രൂപയുടെ ഒരു കൂപ്പൺ വൗച്ചർ. അതാണ് ഗീവ് അവയുടെ സാധനം. ഗീവ് അവേ കിട്ടുന്ന സാധനം 250 രൂപയുടെ കൂപ്പൺ വൗച്ചർ. ബുക്ക് മൈ ഷോയുടെ കൂപ്പൺ വൗച്ചർ.